എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. നേർച്ച നിറവേറ്റാനായി അമ്പല കമ്മിറ്റിയുടെ മുഖ്യമായ ആളും കുടുംബവും വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രസാദം അവര് തന്നെ ഉണ്ടാക്കിക്കോളും. നിങ്ങൾ പോയി മറ്റുള്ള ജോലികൾ ശ്രദ്ധിക്കൂ. ശരി പൂജാരി, ശരി പൂജാരി. നീയും പൊയ്ക്കോളൂ മോളെ. അങ്ങനെ ആയിക്കോട്ടെ പൂജാരി. സാർ, എത്ര വേഗം നിങ്ങൾ പ്രസാദം ഉണ്ടാക്കുന്നുവോ ഉടൻ തന്നെ പൂജ ചെയ്ത് നൈവേദ്യം അർപ്പിക്കാം. അങ്ങനെ ആയിക്കോട്ടെ പൂജാരി. വേഗം ആവട്ടെ. വേഗം അവരവർക്കാവുന്ന ജോലി ചെയ്യണം. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പൂജകൾ ചെയ്ത് നിവേദ്യം വാങ്ങണം. അച്ഛാ, അച്ഛൻ അവിടെ പോയിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ശരി അഭി, സൂക്ഷിച്ചു വേണേ. അബി, നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചാലോ? ഏട്ടൻ അത് മാത്രല്ലേ അറിയൂ. എന്നെ എന്താ കളിയാക്കാണോ? ഇത് അമ്പലായോണ്ട് നീ രക്ഷപ്പെട്ടു. ഞാൻ പരിപ്പും രസവും വയ്ക്കാം. പിന്നെ ഞാൻ എന്തുണ്ടാക്കാനാ ചേച്ചി? താൻ പോയി പപ്പടം കാച്ചു വസുന്ധരെ. എണ്ണയാണെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുക. പപ്പടം മാത്രമല്ല, പായസവും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഏട്ടാ. ഇളയമേ, കാർത്തികേ, നിങ്ങൾ രണ്ടുപേരും പച്ചക്കറികൾ അരിഞ്ഞോ? കത്തിരിക്ക എനിക്ക് അലർജിയാ, അതുകൊണ്ട് ഞാൻ അരിയില്ല. എന്നാ പിന്നെ നിങ്ങൾ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചേക്ക്. സവാള എറിഞ്ഞാ എനിക്ക് കണ്ണിന്ന് വെള്ളം വരും. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ലേ. എന്നെ കൊണ്ടും പറ്റില്ല. എനിക്കും പാചകം എന്ന് വെച്ചാൽ അലർജിയാണ്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് സാധാരണ ഭക്ഷണമൊന്നും അല്ല, ദൈവത്തിലുള്ള പ്രസാദമാണ്. അത് ചെയ്താ പുണ്യം കിട്ടും കാർത്തികേ. ശരിയാ ഇളയമ്മേ, ഇളയമ്മയ്ക്ക് വീണ്ടും കല്യാണം നടക്കും. സത്യാണോ പറയുന്നേ? അങ്ങനെയെങ്കിൽ മുഴുവൻ പാചകവും ഞാൻ തന്നെ ചെയ്യാം. വാ വാ വാ, വന്നിരിക്കും വന്നിരിക്കും. ഇങ്ങോട്ട് വാടി. എന്താ മോളെ ചെയ്യാൻ പോകുന്നേ? എന്റെ ശരീരത്തിൽ കൈവച്ചവളല്ലേ ആ വാസു, അവളെ ഞാൻ അങ്ങ് കത്തിക്കാൻ പോവുക. വെള്ളം കൊണ്ട് ശരീരം എങ്ങനെ കത്തിക്കും മാഡം? ഈ വെള്ളം ആ ഓയിലിൽ വീണ തീ പടരും. അടുത്ത് നിൽക്കുന്ന വസുവിനെ ആ പടരുന്ന തീ പൊള്ളിക്കും. അങ്ങനെ ചെയ്താൽ വസു മരിച്ചു പോവില്ലേ മോളെ? അവള് മരിച്ചാലല്ലേ ആ സ്ഥാനത്തേക്ക് എനിക്കെത്താൻ പറ്റൂ. അഭിറാമിനെ കല്യാണം കഴിക്കും ഞാൻ.
അവള് മരിച്ചാലല്ലേ അപരം നമ്മളുടെ വഴിക്ക് വരൂ. കയ്യൊപ്പിടുകയുള്ളൂ. പെട്ടെന്ന് അരിയേ. വസുന്ധര, അയ്യോ വസു, അയ്യോ സൂക്ഷിച്ചു. അബി സൂക്ഷിച്ച്. അബി അബി കൈ പൊള്ളു മോനെ, മോനെ കൈ. വസു, അയ്യോ അയ്യോ ഏട്ടാ, എടുത്തി. താങ്ക് ഗോഡ്. വസു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റില്ല ചേച്ചി. ഏട്ടാ, ഏട്ടന്റെ കൈ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? കണ്ടില്ലേ, കൈ മുഴുവനും പൊള്ളി. അയ്യോ, എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല വസുന്ധരെ. ഞാൻ എന്റെ കൈ കൊണ്ട് ഇത് അടച്ചില്ലായിരുന്നെങ്കിൽ ഈ തീ തന്റെ ശരീരത്തിലേക്ക് പടരുമായിരുന്നു. എണ്ണയിലേക്ക് എങ്ങനെയാ മോളെ തീ പടർന്നത്? അഭി, വസു, എന്താ പറ്റിയേ? ഒന്നുമില്ല അച്ഛാ, ആർക്കും ഒന്നും സംഭവിച്ചില്ല. ആ എണ്ണയിലേക്ക് വെള്ളം ഒഴിച്ചത് നിങ്ങളല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നത്, വസു അവിടെ. ഞങ്ങൾ എങ്ങനെയാ വെള്ളം ഒഴിക്കുന്നേ? മാത്രമല്ല, ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? എല്ലാത്തിനും ഞങ്ങൾ തന്നെ സംശയിക്കണം. പെട്ടെന്ന് ഇങ്ങനെ തീ പിടിച്ചത്. കാവേരി, ഇനി നമ്മളിവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അഭിറാമിന് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതെ മാഡം, അഭിരാമിത് അറിഞ്ഞാലേ ഈ എരിയുന്ന എണ്ണയിൽ അഭിറാം നമ്മളെ റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അതിനുള്ളിൽ പോയാൽ എങ്ങനെയാ? ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. മോളെ, അഭിറാമി ഇങ്ങോട്ടാ വരുന്നത്. വാ പോകാം. വരണം വേഗം മാഡം. വാ. വാ മോളെ. മോളെ വസു, എന്തായാലും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? കുഴപ്പമില്ല. സാറേ, പ്രസാദവും ഭക്ഷണവും ഒക്കെ റെഡിയായോ? എല്ലാം ആയിക്കൊണ്ടിരിക്കുക പൂജാരി. വേഗം തന്നെ തയ്യാറാക്കണം. പൂജയ്ക്കുള്ള സമയം അടുക്കുകയാണ്. എല്ലാവരും കൈയും കാലും ഒക്കെ നന്നായി കഴുകിയിട്ട് പ്രസാദം എടുത്തുകൊണ്ടുവരണം. എന്നിട്ട് പൂജ തുടങ്ങാം. ശരി, നിങ്ങൾ പോയിക്കോളൂ. ആ,
നടക്ക്. താങ്ക് ഗോഡ്. എന്താ മോളെ, പ്ലാൻ ഫെയിലായെന്ന് കരുതി വിഷമിക്കുവാണോ? മാഡം ഇത്രയധികം കഷ്ടപ്പെട്ട് വാട്ടർ ബോട്ടിൽ ഹോളൊക്കെ ഇട്ട് തിളയ്ക്കുന്ന എണ്ണയിലും വെള്ളവും വീഴ്ത്തി തീ വരുത്തിയപ്പോ ആ അഭിരാം വന്നത് അണച്ചു കളഞ്ഞു. എത്ര നല്ല പ്ലാൻ ആയിരുന്നു, അത് വേസ്റ്റ് ആയി പോയല്ലോ. ഒരു പ്ലാൻ ഫെയിലായ മറ്റൊരു പ്ലാൻ. നമ്മുടെ ബ്രെയിനിലെ ഐഡിയയുടെ ഒരു കൂമ്പാരം തന്നെ ഇല്ലേ മോളെ? അതിനെക്കുറിച്ച് നീ എന്തിനാ മോളെ ഇത്രയും ആലോചിക്കുന്നത്? ഞാനിപ്പോ ആലോചിക്കുന്നത് ഫെയിലായ ആ പ്ലാനിനെ കുറിച്ചല്ല ചേട്ടാ. ഓ, അപ്പോ വെറുതെ കളഞ്ഞ ബോട്ടിലിനെ പറ്റിയാണോ ആലോചിക്കുന്നേ? എന്നെ കാണുമ്പോ നിനക്ക് അത്ര ചീപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് ആ അഭിറാമിനെ കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങളായി ഞാനും അവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ഏട്ടൻ ആലോചിക്കുന്നത് വേറെ, ഞാൻ ആലോചിക്കുന്നത് വേറെ. മാഡവും സാറും ആ അഭിരാമിനോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്നല്ലേ ആലോചിക്കുന്നേ? അയാളോട് പ്രതികാരം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഇതല്ലേ മോളെ ഞാൻ നിന്നോട് തുടക്കം മുതലേ പറയുന്നത്? അതല്ലേ ഞാനും പറഞ്ഞ മാഡം. നിങ്ങളത് പറഞ്ഞപ്പോ ഞാൻ അത്രയ്ക്ക് കാര്യമാക്കില്ല. പക്ഷെ ആ അഭിറാം വളരെ ഡിഫറെന്റ് ആണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. എന്താ സാർ മാഡം നമ്മുടെ ശത്രുവിനെ പോഴ്ത്തുന്നത്? തന്റെ ഉള്ളൊരാണെന്ന് വെച്ചാ അഭിറാമിനെ പോലെ ആയിരിക്കും. ഒന്നിനെയും പേടിക്കാത്തൊരു സ്വഭാവം, ധൈര്യവും തന്റെ ഉണ്ട് ആ അഭിറാമിന്. അവൻ അത്ര വലിയ ഹീറോയൊന്നും അല്ല മോളെ. അങ്ങനെയല്ല ഏട്ടാ, നമ്മൾ അഭിറാമിനെ വളരെ ചെറുതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വസുവിന്റെ സാരിയിൽ തീ പിടിച്ച ഉടനെ അയാൾ എന്താ ചെയ്തതെന്ന് നമ്മളും കണ്ടതല്ലേ? സ്വന്തം ഭാര്യയുടെ സാരിയിൽ തീ പിടിച്ചാൽ ഏതൊരു ഭർത്താവും അങ്ങനെയല്ലേ റിയാക്ട് ചെയ്യൂ? റിയാക്ട് ചെയ്യും, പക്ഷേ ഒരു നിമിഷമെങ്കിലും നിന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കും. പക്ഷെ അഭിറാം ഒരു ചെറിയ ഗ്യാപ്പ് പോലും എടുത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. അത് കണ്ടപ്പോ അവന്റെ ഫാമിലി എന്ന് വെച്ചാ അവൻ എത്ര വലുതാന്ന് എനിക്ക് മനസ്സിലായി. അവൻ തന്നെ ഒരു പരിചയമായി മാറി, ഒരു കോട്ടയായിട്ട് മാറി, സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശത്രുവിനെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ വേണ്ടിവരും. എന്നാ പോലും ജയിക്കുമെന്നുള്ള വിശ്വാസമില്ല, പക്ഷെ എനിക്ക് ജയിച്ചേ പറ്റൂ. എന്ന് വെച്ചാ മാഡം എന്തോ വലിയ പ്ലാൻ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പ്ലാൻ എന്താ മോളെ? എന്താ ചെയ്യാൻ പോകുന്നേ? പറയാം ചേട്ടാ, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ
കണ്ടില്ലേ കാർത്തികേ, സ്വത്ത് ഒരാളുടെയും അനുഭവിക്കുന്ന മറ്റൊരാളും. ഞങ്ങളെ കാരണവര് പണ്ടെങ്ങാണ്ടോ ക്ഷേത്രത്തിന് വേണ്ടി സ്ഥലം ദാനം ചെയ്തു. ക്ഷേത്രം പണിതപ്പോ ഇവരെല്ലാരും കൂടി അധികാരം സ്ഥാപിക്കാൻ നോക്കുക. കഷ്ടപ്പെട്ട് പച്ചക്കറി അരിഞ്ഞ നമ്മള് ഇവരതിനെ വിളമ്പി എല്ലാരും അടുത്തുനിന്ന് പുകഴ്ത്തല് വാങ്ങാൻ പോവാ. എന്തൊക്കെയായാലും നല്ലതിനും ന്യായത്തിനും ധർമ്മത്തിനൊക്കെ ഉള്ള സമയല്ല ഇപ്പൊ. അതെ ആന്റി, കഷ്ടപ്പെടുന്നത് നമ്മളും ക്രെഡിറ്റ് അവർക്കും. അറ്റ്ലീസ്റ്റ് ഒരു പേരിന് വേണ്ടിയെങ്കിലും നമ്മളെ കുറിച്ച് അവർക്ക് പറഞ്ഞൂടെ? ഒരു രണ്ടാം കല്യാണം നടക്കുന്നു കരുതി ആശിച്ചാ ഞാൻ പച്ചക്കറി അരിഞ്ഞത്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചതിക്കപ്പെടില്ല. ആന്റി കഷ്ടപ്പെട്ടത് പോരാഞ്ഞ് എന്നെയും കുറെ കഷ്ടപ്പെടുത്തിയില്ലേ? സിറ്റിയിലിരുന്നാലും നാട്ടിലിരുന്നാലും ഈ പച്ചക്കറി അരിയുന്ന ജോലി നമ്മളെ വിട്ട് പോകുന്നേയില്ല. എല്ലാവരും തൃപ്തിയോടെ കഴിക്കൂ. വയറ് നിറയെ കഴിക്കണം കേട്ടോ. എന്ത് വേണമെങ്കിലും ആവശ്യം പോലെ ചോദിച്ചു വാങ്ങി കഴിക്കണം. ഞാൻ വിളമ്പുമായിരുന്നല്ലോ അബി, നിനക്കും കൂടി ഇരുന്നൂടായിരുന്നോ? ഹേയ് സാരമില്ല എടുത്തി. നമുക്ക് ഒരുമിച്ച് വിളമ്പാന്ന് വസുന്ധര പറഞ്ഞപ്പോ വേണ്ടാന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. വസു പറഞ്ഞതുകൊണ്ട് നേർച്ച പൂർത്തിയാക്കാൻ വേണ്ടി വന്നു. ആ വസു പറഞ്ഞതുകൊണ്ട് തന്നെ നീ ഇപ്പൊ വിളമ്പുകയും ചെയ്യുന്നു. നീ എന്നെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അബി. ഭാര്യ പറഞ്ഞാൽ കേൾക്കണമെന്ന് നീ ഇപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അബി ഏട്ടനെ ഫോളോ ചെയ്യുന്നൊന്നും ഇല്ല. ഏട്ടൻ വേണമെങ്കിൽ അബിയെ ഫോളോ ചെയ്തോ. മനസ്സിലായോ? പാചകം വളരെ നന്നായിട്ടുണ്ട് മോളെ. കൂട്ടുകറികൾ നന്നായിട്ടുണ്ട്. താങ്ക്സ് ഏട്ടാ. രസം തേൻ പോലെ ഉണ്ട് മോളെ. ഈ പാചകമൊന്നും ഞങ്ങളല്ല ചെയ്തത്, എന്റെ ഇളയമ്മയും കാർത്തികയും കൂടെ. കൂട്ടത്തിൽ ഏട്ടനും ഏട്ടത്തിയുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വിളമ്പുന്നു എന്നേ ഉള്ളൂ. ആണോ? നിങ്ങൾ നന്നായി വരും. കേട്ടല്ലോ, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? പണമായിരുന്നാലും സ്ഥാനമായിരുന്നാലും അഭി ആരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങില്ല. താൻ ചെയ്യാത്ത പ്രവൃത്തിക്ക് ഫലം പ്രതീക്ഷിക്കുകയുമില്ല. നിന്റെ അമ്മാവിന്റെ ചെവിയിലൊന്നും കേട്ടില്ലെന്നാ കരുതി. എല്ലാം കേട്ടിട്ടുണ്ട്. മിണ്ടാതിരുന്ന് കഴിക്ക്, അല്ലെങ്കിൽ ഇതും കൂടെ കേൾക്കും. ഏട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വരാം, താൻ ചെല്ല്. വാ ഏട്ടാ, എല്ലാവരും വെയിറ്റ് ചെയ്യാ. അയ്യോ, എന്താ ഏട്ടാ? ഒന്നുമില്ലടോ. പിന്നെന്തിനാ ഏട്ടാ അങ്ങനെ ഒച്ച വെച്ചത്? അത് വെറുതെ. എവിടെ ഏട്ടന് കൈ കാണിച്ച് നോക്കട്ടെ. അല്ല, എന്തിനാ? ഒന്ന് കൈ കാണിക്ക് നോക്കട്ടെ. എടോ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കാണിക്കാനല്ലേ പറഞ്ഞത്? എന്തായിട്ടോ ഇത്? ഇത് ചെറിയ പിള്ളലല്ലേ, ഇതിനൊക്കെ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? ചെറുതായാലും വലുതായാലും ഏട്ടൻ ഒരുപാട് വേദനിക്കുന്നില്ലേ? ഞാൻ കാരണമല്ലേ ഏട്ടന്റെ കയ്യിൽ ഇങ്ങനെ പൊള്ളല് സംഭവിച്ചത്? എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇല്ലടോ, അത് എന്റെ ശ്രദ്ധയില്ലായ്മയൊന്നുമല്ല. ചെറിയൊരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. താൻ കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഞാൻ ഒരുപാട് വിഷമിക്കുമായിരുന്നു. തന്നെ രക്ഷിച്ചതില് ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കാം. ഏട്ടനൊന്ന് അവിടെ ഇരുന്നേ.